നമസ്കാരം. JP ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്രാവശ്യം ഓഗസ്റ്റ് 15-ന് ചെങ്കോട്ടയിൽ നിന്ന് നരേന്ദ്രമോദി നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗം വളരെ അസഹനീയമായിരുന്നു എന്ന് പറയാതെ വയ്യ. മോദിയുടെ മുൻപുള്ള പ്രസംഗങ്ങൾ മന്ദഭക്തരെ കോൾമയിൽ കൊള്ളിക്കുന്നത് ആയിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം മന്ദഭക്തരെ പോലും നിരാശരാക്കി എന്നുള്ളതാണ് വസ്തുത. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ലക്ഷ്യമിട്ടുള്ള കേവലം പൊള്ളയായ വാഗ്ദാനങ്ങളും പച്ചക്കള്ളങ്ങളും അപക്വമായ പരാമർശങ്ങളും മാത്രമായിരുന്നു മോദിയുടെ ഇത്തവണത്തെ പ്രസംഗം. മോദി ഇവിടെ നടത്തിയ പ്രസംഗത്തിലെ 4 പൊള്ളയായ പാഴ്വാക്കുകളാണ് നമ്മൾ ഇവിടെ അവലോകനം ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വർഷങ്ങളായി മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പല കണക്കുകളും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നാണ്. പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ സാങ്കേതിക വികാസങ്ങളെ സ്വന്തം നേട്ടമായി ചിത്രീകരിക്കാനുള്ള മോദിയുടെ ശ്രമം ഈ പ്രസംഗത്തിലും വ്യക്തമായി കാണാം. മോദിയുടെ ആദ്യത്തെ പൊള്ളയായ വാക്കുകൾ കേട്ടുകൊള്ളൂ. 2009-10 का कालखंड था. सिर्फ 25 लाख इलेक्ट्रिक व्हीकल हमारे देश में बिके थे. 1.5 लाख इलेक्ट्रिक व्हीकल बिके थे 2009-10 में. 1.5 लाख इलेक्ट्रिक व्हीकल. इस 25-26 में 25 लाख इलेक्ट्रिक व्हीकल बिके हैं. ഇവിടെ പറഞ്ഞത് 2009-2010 കാലഘട്ടത്തിൽ രാജ്യത്താകെ 1.5 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമാണ് വിറ്റഴിഞ്ഞത്. എന്നാൽ 2025-2026 അത് 25 ലക്ഷമായി ഉയർന്നു. 15 വർഷം മുൻപ് 1.5 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമാണ് വിറ്റത് എന്ന്. അമേരിക്കയിൽ ടെസ്ലയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം പുറത്തിറങ്ങുന്നത് 2008-ലാണ്. 15 വർഷം മുൻപത്തെ സാങ്കേതിക വിദ്യയെ ഇന്നത്തെ AI അധിഷ്ഠിത സാങ്കേതിക വിദ്യയുമായി താരതമ്യം ചെയ്യുന്നത് എത്ര അപക്വമായ വിഡിത്തമായ ചിന്താഗതിയാണ്. 2010 ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ US പോലും 1919 പ്ലഗ്-ഇൻ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമാണ് വിറ്റത്. 2009 കണക്കുമായി കമ്പയർ ചെയ്യാതെ ചൈനയിൽ ഈ വർഷം വിറ്റ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണവും ഇന്ത്യയിൽ വിറ്റ വാഹനങ്ങളുടെ എണ്ണവും കമ്പയർ ചെയ്താൽ അതിനൊരു ന്യായമുണ്ട്. അതുപോലെ ഇന്ത്യയിൽ 2025 വിറ്റഴിഞ്ഞ 22.7 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളിൽ 57% ഇരുചക്ര വാഹനങ്ങളും 35% മുച്ചക്ര വാഹനങ്ങളുമാണ്. കാറുകൾ വെറും 1.75 ലക്ഷം മാത്രമാണ്. അതേസമയം ചൈനയിൽ 2025 1.3 കോടിയിലധികം പാസഞ്ചർ EVകൾ വിറ്റഴിഞ്ഞു. 4 ലക്ഷം ഇലക്ട്രിക് ട്രക്കുകളും അവിടെ വിറ്റഴിഞ്ഞു. ചൈനയിൽ വിൽക്കുന്ന പുതിയ വാഹനങ്ങളിൽ 50% അധികവും ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇപ്പോൾ. ഗവൺമെന്റിന്റെ ഫെയിം 2 പോലെയുള്ള പദ്ധതികൾക്ക് അനുവദിച്ച ഫണ്ടിന്റെ പകുതി പോലും കൃത്യമായി ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളായ ചാർജിംഗ് സ്റ്റേഷനുകളുടെ അഭാവവും ലിഥിയം അസംസ്കൃത വസ്തുക്കൾക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നതും കാരണം അടുത്ത 5 വർഷത്തിനുള്ളിൽ ലക്ഷ്യമിടുന്ന വലിയ വളർച്ച കൈവരിക്കുക അസാധ്യമാണ്. ചൈനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ എത്രയോ പിന്നിലാണ്. എന്നിട്ടാണ് 15 വർഷം മുൻപത്തെ കണക്ക് പറഞ്ഞ് മോദി ഇവിടെ മേനി നടിക്കുന്നത്. ഇനി അടുത്തതായി വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് മോദി നടത്തിയ രണ്ടാമത്തെ വ്യാജ വാഗ്ദാനം നോക്കാം. हमारे मध्यम वर्गीय परिवारों के सामने एक बहुत बड़ा बोझ बन चुका है कोचिंग क्लासेस की स्पर्धा. हर माँ बाप को लग रहा है कि कोचिंग क्लास में बच्चे को नहीं भेजा तो हम प्रतिष्ठित परिवार नहीं है. इन गरीब और मिडिल क्लास परिवारों की हम चिंता करते हुए हजारों करोड़ रुपए का उनका खर्च है वो भी बचे, बेटे भी अपने आसपास रह सके, उनकी देखभाल हो सके, परिवार पर आर्थिक बोझ न आए. और इसलिए हमने युवाओं के लिए विभिन्न परीक्षाओं की फ्री ऑनलाइन कोचिंग हमने करने का निर्णय किया है. डिजिटल पब्लिक इंफ्रास्ट्रक्चर है, हमारे पास उत्तम टैलेंट है, टीचर्स हैं. उन संसाधनों को जोड़ करके हम देश के नौजवानों को फ्री कोचिंग देने का एक पूरा नेटवर्क हम खड़ा करने वाले हैं. മോദി പറഞ്ഞത് മധ്യവർഗ കുടുംബങ്ങൾക്ക് കോച്ചിംഗ് സെന്ററുകൾ വലിയ സാമ്പത്തിക ഭാരമാണ്. അതുകൊണ്ട് സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് നെറ്റ്വർക്ക് സർക്കാർ ആരംഭിക്കും. കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ 1 ലക്ഷത്തോളം സർക്കാർ സ്കൂളുകളാണ് അടച്ചുപൂട്ടിയത്. അടിസ്ഥാന വിദ്യാഭ്യാസം പോലും തകർച്ചയിലാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ പോലും ഉത്തർപ്രദേശിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരു കുട്ടി മരണപ്പെട്ടു. നിലവിൽ കേന്ദ്രം നടപ്പിലാക്കിയ സ്വയം ദീക്ഷ തുടങ്ങിയ ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുടെ അവസ്ഥ നമുക്കറിയാം. ഗ്രാമീണ മേഖലകളിൽ ഇന്റർനെറ്റ് ലഭ്യതക്കുറവും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അഭാവവും കാരണം
ഇത്തരം പദ്ധതികളുടെ ഉപഭോക്താക്കളുടെ എണ്ണം വളരെ തുച്ഛമാണ്. സ്കൂളുകളിൽ അധ്യാപകരോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ തെരുവിൽ സമരം ചെയ്യുമ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് പരിഹരിക്കാതെ സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് നൽകുമെന്ന വിഡ്ഢിത്തം പറഞ്ഞ് മോദി ജനങ്ങളെ മണ്ടന്മാരാക്കാൻ നോക്കുകയാണ്. ഇനി മോദി പറഞ്ഞ മൂന്നാമത്തെ വിഡ്ഢിത്തം എന്താണെന്ന് നോക്കാം. दुनिया में जो ओलंपिक की खेल होते हैं करीब 40 प्रकार के गेम होते हैं और करीब 350-350 स्पर्धाएं होती हैं ओलंपिक में। और आपको जान करके दुख होगा मेरे देशवासियों, मेरे नौजवानों, मैं आपको चुनौती देता हूं, मैं आह्वान करता हूं, मैं आपकी मदद चाहता हूं। 350 जितने स्पर्धाओं में भारत 2/3 खेलों में कहीं होता ही नहीं, हमारी मौजूदगी नहीं होती, हम क्वालिफाई नहीं होते हैं। हमने तय किया है कि 2036 में जो ओलंपिक होगा, हम चाहते हैं कि वो भारत में हो, लेकिन 2036 में जिन विधाओं में आज भारत खेलता नहीं है, जिन विधाओं में भारत क्वालिफाई नहीं करता है, जिन स्पर्धाओं में भारत ने छोड़ के रखा है, 3/4 हिस्सा हमारे इंतजार कर रहा है, भारत उस पर बल देगा। और इसके लिए हम टैलेंट हंट का एक अभियान भी चलाना चाहते हैं। हमें अगर 2036 के लिए खिलाड़ी चाहिए तो आज जो 5 साल 10 साल 15 साल की उम्र के नौजवान हैं, बेटे हैं, उनके तरफ ध्यान देना होगा, उन बेटियों पर ध्यान देना होगा। और इसलिए 5 से 15 उम्र के बच्चों में खेल प्रतिभा ढूंढने के लिए गांव गांव, शहर शहर, स्कूल स्कूल एक टैलेंट हंट का अभियान चलाया जाएगा। बच्चों की प्रतिभा को देखा जाएगा और फिर उनको स्पेशल ट्रेनिंग दे करके देश के लिए खेलने वाले अच्छे खिलाड़ी बनाए जाएंगे. മോദി പറഞ്ഞത് 2036 ഒളിമ്പിക്സിനായി 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെ കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകാൻ ടാലന്റ് ഹണ്ട് നടത്തും. 2036 ഒളിമ്പിക്സിന് ഇനി വെറും 10 വർഷം മാത്രമാണുള്ളത്. 5 വയസ്സുള്ള കുട്ടിക്ക് 2036 15 വയസ്സ് മാത്രമേ തികയൂ. കായിക ലോകത്ത് അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കാൻ വർഷങ്ങളുടെ കഠിന പരിശീലനവും മികച്ച ഇൻഫ്രാസ്ട്രക്ചറും വേണം. പാരീസ് ഒളിമ്പിക്സിൽ വെറും 0 ഗോൾഡ് മെഡൽ മാത്രമാണ് ഇന്ത്യ നേടിയത്. ഒരൊറ്റ സ്വർണം പോലും നേടാനാകാതെ നാണം കെട്ട് നിൽക്കുമ്പോഴാണ് മോദി 2036 ഒളിമ്പിക്സിനെ കുറിച്ച് വാചാലനാകുന്നത്. അതിനു മുൻപുള്ള ഒളിമ്പിക്സിൽ 7 മെഡൽ നേടിയത് കഴിഞ്ഞ പ്രാവശ്യം 6 കുറയുകയാണ് ഉണ്ടായത്. കേന്ദ്ര ഗവൺമെന്റ് മുൻപ് പ്രഖ്യാപിച്ച ഖേലോ ഇന്ത്യ പദ്ധതിയിലൂടെ കണ്ടെത്തിയ കായിക താരങ്ങൾക്ക് കൃത്യമായ സ്റ്റൈഫൻഡോ അന്താരാഷ്ട്ര നിലവാരമുള്ള കോച്ചിങ്ങോ ലഭിക്കുന്നില്ലെന്നുള്ള പരാതി ശക്തമാണ്. സ്പോർട്സ് ബജറ്റിന്റെ ഭൂരിഭാഗവും പരസ്യങ്ങൾക്കും പ്രചാരണങ്ങൾക്കുമായി ചെലവഴിക്കുമ്പോൾ താഴെ തട്ടിൽ മികച്ച അക്കാദമികളോ ഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചറോ ഇല്ലാതെ ഇത്തരമൊരു ടാലന്റ് ഹണ്ട് വെറും കടലാസ് പദ്ധതിയായി മാത്രം അവശേഷിക്കും. 2024 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് നൽകുമെന്ന് പ്രഖ്യാപിച്ച മോദി വെറും 25,000-ഓളം പേർക്ക് മാത്രമാണ് അവസരം നൽകിയത് എന്നതും ഇതിനോടൊപ്പം ഓർക്കേണ്ടതുണ്ട്. ഇനി നാലാമത്തെ വിഡ്ഢിത്തം കേട്ടുകൊള്ളൂ. हमने पार्लियामेंट में नारी शक्ति वंदन अधिनियम पारित किया था, लेकिन किसी न किसी कारण से राजनीति के अखाड़े में पिछले 40 साल से यह सपना हमेशा राजनीतिक अखाड़े का शिकार हो गया है। मैं देश के सभी राजनीतिक दलों से आज लाल किले की प्राचीर से तिरंगे झंडे की छाया में खड़े होकर के प्रार्थना करता हूं, आग्रह करता हूं, आइए उन महिलाओं के सामर्थ्य के पुजारी बनिए, उन महिलाओं के सम्मान में आगे आइए और जल्द से जल्द हमारी माताओं बहनों को 33% विधानसभा और लोकसभा में उनको प्रतिनिधित्व मिले, वे भारत की नीति घड़तर के अंदर अपना योगदान दे। समय की मांग है और मैं सभी राजनीतिक दलों से फिर से आग्रह करता हूं, आइए महिला आरक्षण लागू करके महिला सम्मान में आप भी जुड़िए, आप भी यश लीजिए, आप भी क्रेडिट लीजिए. മോദി പറഞ്ഞത് ഞങ്ങൾ പാർലമെന്റിൽ നാരി ശക്തി വന്ദൻ അധിനിയം പാസാക്കി. എന്നാൽ പ്രതിപക്ഷം ഇതിന് രാഷ്ട്രീയ തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ്. 2023 സെപ്റ്റംബറിൽ വനിതാ സംവരണ ബിൽ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ പാർലമെന്റിൽ പാസാക്കിയതാണ്. ബിൽ പാർലമെന്റിൽ പാസാക്കിയിട്ടും അത് ഉടൻ നടപ്പിലാക്കാതെ സെൻസസിനും മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാത്രമേ നടപ്പിലാക്കൂ എന്ന് നിബന്ധന വെച്ചത് മോദി സർക്കാർ തന്നെയാണ്. പുതിയ സെൻസസ് നടപടികൾ എപ്പോൾ പൂർത്തിയാകുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. നിയമസഭകളിലും പാർലമെന്റിലും രാഷ്ട്രീയ സ്വയംഭരണമില്ലാതെ കുടുംബ പ്രതിനിധികളായി സ്ത്രീകളെ നിർത്തുന്ന പഞ്ചായത്ത് പതി സമ്പ്രദായം ഇന്നും BJP ഭരിക്കുന്ന പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും തുടരുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ പോലും വനിതാ സ്ഥാനാർത്ഥികൾക്ക് കുറഞ്ഞ സീറ്റുകൾ മാത്രം നൽകുന്ന BJP നിലവിലുള്ള പാർലമെന്റ് സീറ്റുകളിൽ തന്നെ വനിതാ സംവരണം ഉടൻ നടപ്പിലാക്കാൻ സർക്കാരിന് സാധിക്കുമായിരുന്നിട്ടും അത് ചെയ്യാതെ പ്രതിപക്ഷത്തിന്റെ തലയിൽ കുറ്റം ചാരി വിക്ടിം കാർഡ് കളിക്കുകയാണ്. ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ
ദിശാബോധമില്ലാത്ത പൊള്ളയായ അവകാശവാദങ്ങളും മുൻ ഗവൺമെന്റുകളെ കുറ്റപ്പെടുത്തലും മാത്രമാണ് മോദിയിൽ നിന്ന് എക്കാലത്തെയും പോലെ ഇപ്രാവശ്യവും നമ്മൾ കേട്ടത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. താങ്ക് യു.